ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾ മുതൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട്സ് കസ്റ്റാർഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ ഇത് നല്ല ചൂടാണല്ലോ അപ്പോൾ ഇപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാൽ നമുക്കൊന്ന് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പാലിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ 1/2 ലിറ്റർ പാലിലേക്കുള്ള അളവാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ 1 ലിറ്ററാണ് എടുക്കുന്നതെങ്കിൽ അതൊക്കെ ഇതിൻ്റെ ഇരട്ടിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് പാൽ മാറ്റി വെക്കാം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ പാലിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, കട്ടിയുള്ള പാൽ തന്നെ ആവണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. അത് 1/2 ലിറ്റർ പാലിലേക്ക് 2 ടേബിൾ സ്പൂണാണ് കേട്ടോ വേണ്ടത്. പൗഡർ ഏറിയാൽ നമ്മുടെ ഈ പാല് നല്ലോണം കട്ടിയാവും കേട്ടോ. അപ്പോൾ അത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ ഫ്രൂട്ട് സാലഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി കേട്ടോ 1/2 ലിറ്റർ പാലിലേക്ക്. ഇനി 1 ലിറ്റർ പാലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 4 സ്പൂൺ വേണ്ടി വരും. അങ്ങനെ അത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പാല് ചൂടാക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ പാലിൽ അല്പം പോലും വെള്ളം ചേർക്കരുത് കേട്ടോ, അല്ലെങ്കിൽ വെള്ളം ചേർത്താൽ പിന്നെ അത് കുറുകി വരില്ല. അപ്പോൾ പാല് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് പാല് ചൂടായി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഇടുമ്പോൾ നമ്മുടെ ഫ്രൂട്ട് സാലഡ് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പോൾ ഇതിന് പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് മിൽക്ക് മെയ്ഡും ചേർക്കാം കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആവും. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാര ചേർത്തതിന് ശേഷം നല്ലോണം പാലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പാൽ അല്ലെങ്കിലും കൈവിടാതെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് കുറുകി വരട്ടെ കേട്ടോ പാല്. അപ്പോൾ നമുക്ക് ഈ പാല് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ചേർക്കുമ്പോൾ നമ്മൾ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ എന്നിട്ട് നല്ലോണം ഇളക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുറുകണ്ട, ഇതാണ് കേട്ടോ ഇതിൻ്റെ പാകം. നമ്മൾ ഇതിലേറെയും ഇത് കുറുക്കിയാൽ പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, നല്ലോണം കട്ടിയായി പോകും. അപ്പോൾ ഇത്ര ആകുമ്പോൾ നമ്മൾ ഇത് ലൂസാന്ന് വിചാരിക്കും, പക്ഷേ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഇത് കട്ടി കൂടും കേട്ടോ. അപ്പോൾ ഇത്ര ലൂസിലാട്ടോ ഇത് വേണ്ടത്. ഇത് നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ. നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൂട് പോയതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഫ്രൂട്ട്സുകൾ മുന്തിരി, അതുപോലെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, പിന്നെ ആപ്പിള്, പിന്നെ ഈത്തപ്പഴം, ചിക്കു എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിയുള്ള ഫ്രൂട്ട്സ് അല്ലാത്ത ഏത് ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് ചിക്കു എടുത്തിട്ടുണ്ട്, അതൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈത്തപ്പഴം. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇനിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ ഈ ചൂടിനൊക്കെ ഏറ്റവും നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്ബാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.